ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ അനിരുദ്ധ് നമ്മുടെ അനന്യയുടെ വീട്ടിലെത്തി വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം അനന്യ ആണെങ്കിലോ തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കുറിച്ച് വളരെ മോശമായിട്ട് അനിരുദ്ധ് സംസാരിക്കുമ്പോഴത്തേക്കിനും അവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരി അങ്ങ് പ്രതികരിക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ അനിരുദ്ധിനും അത് തീരെ അങ്ങ് പിടിച്ചില്ല കേട്ടോ. അനിരുദ്ധ് ലാസ്റ്റ് തൻ്റെ തീരുമാനം അങ്ങ് അറിയിക്കുകയാണ്. അതെ, നിന്നെ പോലെയുള്ള ഒരാളുടെ കൂടെ ഇനി ഞാൻ ജീവിക്കില്ല. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് എന്നുള്ള കാര്യം പറയുമ്പം അനന്യ ആകെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ പ്രേമിക്കും വിഷ്ണുനും ഒക്കെ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അനന്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ദുഃഖം തന്നെയാണ്. അങ്ങനെ അനന്യ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അതെ അനന്യ, ഇനി നമ്മൾ രണ്ടുപേരും ഈ ഒരു മനസ്സായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിരിയാം എന്നുള്ള കാര്യം പറഞ്ഞ് അവനാണെങ്കിൽ റൂമിലേക്ക് പോവുക. അപ്പം സ്വരമോൾ അവിടെ റൂമിലിരിക്കുകയാണ്. മോള് ചോദിക്കുന്നുണ്ട്, എന്താ ഡാഡി, എന്താ ഇത്ര വലിയ വഴക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്? മമ്മി പാവമല്ലേ എന്നൊക്കെ പറയുമ്പം മോളറിയാത്ത ഒരുപാട് എല്ലാ ആൾക്കാരും കൂടി എന്നെ പൊട്ടനാക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അനിരുദ്ധ് വളരെയധികം വിഷമിക്കുമ്പം സ്വരമോള് അനിരുദ്ധിൻ്റെ കണ്ണുനീരൊക്കെ തുടക്കുകയാണ്. അപ്പം തൻ്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ അനിരുദ്ധിന് വലിയ ആശ്വാസമൊക്കെ ആയിട്ടോ. പക്ഷെ അത് അനന്യയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അവൻ എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വരമോൾക്കും അതുപോലെ തന്നെ അനന്യയ്ക്കും ഒക്കെ അതൊരു വലിയ വിഷമമൊക്കെ ആകുന്നത്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ ദീപുവിൻ്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിയ സുമിത്ര അവൾ തിരികെ വാടക വീട്ടിലേക്ക് വരികയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ഭയങ്കര ജാഗ്രതയിലിരിക്കുകയാണ് സരസ്വതി അമ്മ വന്ന പാടെ സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, എന്താ സുമിത്ര, നീ പോയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം സുമിത്ര അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ദീപു മനഃപൂർവ്വമാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം സരസ്വതി അമ്മ പറയുന്നുണ്ട്, നിനക്കല്ലേലും ഇതൊക്കെ തന്നെയാണ് വരേണ്ടത്. നിന്റെ സ്വന്തം മകനെക്കാട്ടിലധികം നീ ദീപുവിനെ സ്നേഹിച്ചതല്ലേ? നിന്റെ മകൻ തന്നെയാണ് എന്നും പറഞ്ഞ് സ്നേഹിച്ച നിന്റെ പുന്നാര അനിയൻ തന്നെ നിനക്കിട്ടിപ്പോൾ തന്നില്ലേ നല്ല 8ന്റെ പണിയെന്നും പറഞ്ഞ് സരസ്വതി അമ്മ സുമിത്രയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുമിത്രയ്ക്ക് വലിയ വിഷമമൊക്കെ ആയി. സുമിത്രയാണെങ്കിലോ ആകെ മൊത്തം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് വീട്ടിലേക്ക് കയറി വന്നത്. ആ അവസ്ഥയിൽ പോലും സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രയ്ക്ക് സമാധാനം തരുന്നില്ല. അപ്പം അനിരുദ്ധ് എവിടെ പോയെന്ന് ചോദിക്കുമ്പം അനിരുദ്ധ് പ്രേമയോടും വിഷ്ണുനോടും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവരുടെ വീട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു കഴിയുമ്പം ഇനിയിപ്പോൾ അവൻ്റെ വീട്ടിലും വഴക്കാകുമെന്നും പറഞ്ഞ് സരസ്വതി അമ്മ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സിദ്ധു അപ്പുറം മാറി നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ എന്തിൻ്റെ പേരിലാണ് സുമിത്രയെ ഇങ്ങനെ അധികം കുറ്റപ്പെടുത്തുന്നത്? അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവളല്ലല്ലോ ഇതൊന്നും വരുത്തി വെച്ചത്. അവൾക്ക് വയ്യാതെ കിടന്ന സമയത്ത് അവളുടെ ആങ്ങളെ എന്തൊക്കെയോ ഒരു ലാഭത്തിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയൊരു കഥ, ആ കഥയിൽ എന്തിനാണ് അമ്മ സുമിത്രയെ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് നമ്മുടെ സിദ്ധാർത്ഥ് പ്രതികരിക്കുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഇപ്പം നിനക്കിപ്പം അമ്മയെ വേണമെന്നൊന്നും ഇല്ലല്ലോ, നിനക്ക് നിൻ്റെ ഭാര്യ, അവളുടെ താല്പര്യങ്ങൾ, അതെല്ലാമാണ് നിനക്ക് ഇപ്പോഴും മുൻഗണന എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ വേറെ രീതിയിൽ സംസാരിച്ചു വരുമ്പോഴത്തേക്കിനും സുമിത്ര ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു സംസാരം ഒഴിവാക്കുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ സിദ്ധുവിനെ കാണാൻ വേണ്ടി സത്യ വരിക കേട്ടോ. സത്യ വന്നതും സത്യയെ വലിയ കാര്യത്തിന് സ്വീകരിച്ച് സിദ്ധു വീട്ടിലേക്ക് ഇരുത്തിയതും സുമിത്രയാണെങ്കിൽ അപ്പറേ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം സരസ്വതി അമ്മ പറയുന്നുണ്ട്, അല്ല സത്യ, എങ്ങനെയുണ്ട് ബിസിനസ്സും കാര്യങ്ങളും? എൻ്റെ മോന് വയ്യ എന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സിലെ കാര്യത്തിലൊന്നും ഉഴപ്പ് കാണിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കാര്യത്തിൽ സത്യയോട് സംസാരിക്കുമ്പോഴത്തേക്കിനും സിദ്ധു ആണെങ്കിലോ തനിക്ക് ഇപ്പോൾ ഉള്ളത് വലിയ സന്തോഷത്തിലുള്ളൊരു ജീവിതം തന്നെയാണ്. ഇപ്പോൾ താൻ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ അളവ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഇനി എനിക്ക് എൻ്റെ ശ്രീനിലയം തിരികെ ലഭിക്കണം. അവിടെ ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ സത്യയോട് പറയുകയാണ്. അപ്പോൾ പരമശിവത്തിൻ്റെ കസ്റ്റഡിയിലാണല്ലോ ഇപ്പം നമ്മുടെ ശ്രീനിലയം ഉള്ളത്. അതുകൊണ്ട് തന്നെ പരമശിവത്തെ ഒതുക്കാതെ ഒരു കാരണം വെച്ചാലും ശ്രീനിലയം കൈവശപ്പെടുത്താൻ പറ്റില്ല. ആ കാര്യങ്ങളെല്ലാം സത്യ പറഞ്ഞു മനസ്സിലാക്കുന്ന സമയത്താണെങ്കിലോ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും. എന്തായാലും അവൻ നേരെ ചൊവ്വേ നേടിയ സംഭവമൊന്നും അല്ലല്ലോ, അവനെ എങ്ങനെയെങ്കിലും പൂട്ടണം. അവനെ പൂട്ടാനുള്ളൊരു ആയുധം ഇപ്പോൾ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ദീപുവിൻ്റെ പേരെടുത്തങ്ങ് ഇടുകയാണ്. അപ്പം ദീപുവിനും ഈ ശ്രീനിലയം നഷ്ടപ്പെടാനായിട്ടുള്ളതിൽ എന്തൊക്കെയോ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് സിദ്ധു സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി സുമിത്ര ഇതെല്ലാം അപ്പുറം നിന്ന് കേൾക്കുകയാണ്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ആഗ്രഹം
ബന്ധങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും സുമിത്രയ്ക്കാണെങ്കിൽ അത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും അല്ല. സിദ്ധുവിനെ എങ്ങനെയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് തന്നെയാണ് സുമിത്ര ഇപ്പോഴും ആലോചിക്കുന്നത്. ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പോയി അനന്യ പോയി മാപ്പപേക്ഷിക്കുന്ന രീതിയിൽ പോയി സംസാരിക്കുകയാണ്. അനി നിനക്ക് പോകണമെന്ന് തന്നെയാണോ? അനിയോട് അത്രയും സ്നേഹത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറയുന്നത്, ദേ നീ നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കേട്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും, നീ അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് പോയിക്കോളൂ, എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ ഇനി സ്വരമോളയും കൂട്ടി ഇവിടുന്ന് പോയിക്കോളാന്ന് പറയുമ്പം അനന്യ പറയാണ്, സ്വരമോളയും നിന്നെ ഒന്നും പിരിയാനായിട്ട് എനിക്ക് പറ്റില്ല അനിരുദ്ധേ, നീ അതൊന്ന് മനസ്സിലാക്ക്, എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്ക്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് പറയുമ്പം അനിരുദ്ധാണെങ്കിലോ അവൻ്റേതായിട്ടുള്ള ന്യായങ്ങൾ നിരത്തുകയാണ്. പണ്ഡിത് പറയുന്നുണ്ട്, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇവൾക്കും എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്നുള്ളത് ഇവന് പിടികിട്ടിയത് കൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അനിരുദ്ധ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനന്യയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് തൻ്റെ സ്വരമോളെ തനിക്ക് പിരിയാൻ പറ്റില്ല അങ്ങനെതാ വളരെ സങ്കടത്തിൽ അനന്യ ആ റൂമിൽ നിന്നും കരഞ്ഞിറങ്ങി വരികയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ വിശ്വൻ ഇതെല്ലാം കേട്ട് അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അനന്യ. ചെന്ന പാടെ തന്നെ അച്ഛാ ഞാൻ ഇനി എന്ത് ചെയ്യും, അനിരുദ്ധ് കുഞ്ഞിനെയുമായിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പോവുമെന്നാണ് പറയുന്നത്, അതും സുമിത്രാമ്മയുടെ അടുത്തേക്കാണെന്നാണ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യും അച്ഛാ, എനിക്ക് അവരുടെ കൂടെ പോകണമെന്നുണ്ട്, അനി എന്നെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പം വിശ്വം പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി നിൻ്റെ അമ്മ മാത്രമാണ്, അവൾ ഒറ്റൊരുത്തിയാണ്, നിങ്ങൾക്കിടയിൽ ഒന്ന് മഞ്ഞുരുകി വന്നതായിരുന്നു, പക്ഷേ അതെല്ലാം നശിപ്പിച്ചത് നിൻ്റെ അമ്മ ഒറ്റൊരുത്തിയാണ് എന്നുള്ള കാര്യം പറയുമ്പം അച്ഛാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യും, അനിരുദ്ധ കുഞ്ഞുമായിട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഡിവോഴ്സിന് മൂവ് ചെയ്യും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ അറിയാമല്ലോ കുഞ്ഞിൻ്റെ മേലെ എനിക്കൊരു അവകാശവും ഇല്ല, അനിരുദ്ധിൻ്റെ അനിയൻ്റെ കുഞ്ഞാണല്ലോ അത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അനന്യ ഒരേ കരച്ചിലാണ്. അപ്പം തൻ്റെ മകളെ എങ്ങനെയെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വളരെയധികം വിഷമിപ്പിക്കുകയാണ് നമ്മുടെ വിശ്വൻ. അപ്പോൾ വിശ്വൻ ഇങ്ങനെ വിഷമിക്കുമ്പം അപ്പുറം മാറി നമ്മുടെ പ്രേമയ്ക്കാണെങ്കിലോ നല്ല സന്തോഷമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സാലറിയിൽ ജോലിയുള്ളൊരു മോളാണ് തൻ്റെ മോള്, അതുകൊണ്ട് തന്നെ ഇവളിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. ഇതുപോലെയുള്ള ഊരാക്കുടുക്ക് പിടിച്ച ഒരു ബന്ധത്തിൽ നിന്ന് തൻ്റെ മകളെ പുറത്താക്കണം എന്നുള്ള ചിന്ത തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് തന്നെ പ്രേമ ആ രീതിയിലെല്ലാം ചിന്തിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പ്രേമ ആ രീതിയിൽ ചിന്തിക്കുകയാണ്, തൻ്റെ മകളെ സ്വതന്ത്രയാക്കണം, തൻ്റെ മകൾക്ക് അത്യാവശ്യം എങ്ങനെയെങ്കിലും അനിരുദ്ധമായിട്ടുള്ള ബന്ധം പിരിച്ച് തൻ്റെ മകൾക്ക് മറ്റൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രേമയുടെ മനസ്സിലിരിപ്പ്. പക്ഷേ ഇതൊക്കെ നടക്കുകയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിലൂടെ മനസ്സിലാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്